Hi all. Today we are going to discuss about the topic vision, the act of seeing. Last class we have already discussed about the structure of the eye, that is the anatomy of the eye, and today's class we'll be going to deal with electromagnetic radiation, then formation of visual images, physiology of vision, and the visual pathway from the eye to the brain. In this slide, we are going to discuss about electromagnetic radiation. As we all know, it's an energy in the form of waves that radiate from the sun. പല ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട്. ഗാമ റേസ്, എക്സ് റേസ്, യു വി റേസ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, മൈക്രോവേവ്സ്, അങ്ങനെ ഈ ഒരു റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ് ഇവിടെ പിക്ചറൈസ് ചെയ്തേക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവും കാണാം. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവില് കുറെ പീക്സ് കാണാൻ കഴിയും. അപ്പൊ 2 കോൺസിക്യൂട്ടീവ് പീക്സിന്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. The distance between 2 consecutive peaks of an electromagnetic wave is the wavelength. Wavelength, it can be range from short to long, അങ്ങനെയൊക്കെ റേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഐസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐസ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു പാർട്ടാണ്. പല ടൈപ്പ് ഓഫ് വേവ് ലെങ്ത് ഉണ്ട്, ഫ്രം 400 to 700 നാനോമീറ്റർ. ഇപ്പൊ വിസിബിൾ ലൈറ്റ് ഒരുപാട് കളേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരോ വേവ് ലെങ്ത് ആണ് ഓരോ കളേഴ്സിനും ഉള്ളത്. ഇപ്പൊ ഒരു വയലറ്റ് കളേഴ്സ് ആണെങ്കിൽ 400 നാനോമീറ്റർ ആണ്, ആൻഡ് 700 നാനോമീറ്റർ ആണെങ്കിൽ ഇറ്റ്സ് റെഡ് കളർ. അങ്ങനെ ചില ഒബ്ജക്ട്സിന് സർട്ടൻ വേവ് ലെങ്ത് ഉള്ള വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും, ചിലത് റിഫ്ലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ഗ്രീൻ ആപ്പിള് ഗ്രീൻ ആയി കാണുന്നത് എങ്ങനെയാണ്? അത് റിഫ്ലക്ട് ചെയ്യുന്നു. ഗ്രീൻ കളർ ആണ് കൂടുതലായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള വേവ് ലെങ്ത് ഒക്കെ ബാക്കിയുള്ള വിസിബിൾ ലൈറ്റിലുള്ള വേവ് ലെങ്ത് ഒക്കെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ വൈറ്റ് കളർ ആണെങ്കിൽ എല്ലാ വേവ് ലെങ്ത് ഉള്ള വിസിബിൾ ലൈറ്റിലുള്ള എല്ലാ വേവ് ലെങ്തും റിഫ്ലക്ട് ചെയ്യുന്നു. അതുപോലെ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കളറുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് എല്ലാ വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിലുള്ള എല്ലാ വേവ് ലെങ്തിനെയും അബ്സോർബ് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയും കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരു ക്ലിയർ ഇമേജ് ഫോർമേഷന് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ട 3 പ്രോസസ്സുകളാണ് റിഫ്രാക്ഷൻ, അക്കോമഡേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ദി നാരോയിങ് ഓഫ് ദി പ്യൂപ്പിൾ. Refraction of light rays. When light is traveling from a transparent substance to a second transparent substance with a different density, they bend at the junction between 2 substances. This bending is called refraction. When we are talking about eyes, the light rays enter the eye, they get refracted at anterior and posterior surfaces of the cornea. And both surfaces of the lens of the eye further refract the light rays, so they come into exact focus on the retina. 75% of ടോട്ടൽ റിഫ്രാക്ഷൻ നടക്കുന്നത് കോർണിയയുടെ അവിടെയാണ്. ബാക്കി 25% ലെൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലെൻസ് അതിന്റെ ഫോക്കസിങ് പവറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കറക്റ്റ് വ്യൂ ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു പിക്ചറിൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫാർ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയാണ് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആ ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് വരുന്നു, എന്നിട്ട് അത് ബെൻഡ് ചെയ്യുന്നു, ലെൻസിന്റെ അവിടെ ബെൻഡ് ചെയ്യുന്നു, and they get all exactly focused on the central fovea. നെക്സ്റ്റ് ക്ലോസർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് ഡൈവേർജന്റ് ആണ്, പാരലൽ അല്ല, ഡൈവേർജന്റ് ആണ്. ആൻഡ് മോർ റിഫ്രാക്ഷൻ ഇവിടെ നടക്കാറില്ല. ഈ ഒരു അഡീഷണൽ റിഫ്രാക്ഷൻ തന്നെ ഉണ്ടാവുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്. അതാണ് ഈ അക്കോമഡേഷൻ. So our eye
ഒബ്ജക്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ കുറച്ചുകൂടെ ക്ലിയർലി ഫോക്കസ് ചെയ്യണം, കുറച്ചുകൂടെ നല്ല പോലെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ലെൻസ് കുറച്ചും കൂടെ കേർവ്ഡ് ആകും. നമ്മുടെ ലെൻസ്, ഐയുടെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസസ് ആണ്, അത് കുറച്ചും കൂടെ കേർവ്ഡ് ആകും. അപ്പൊ കൂടുതൽ റിഫ്രാക്ഷൻ അവിടെ നടക്കണം. ഇനി അതുപോലെ അതിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഇതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്ത് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ അക്കോമഡേഷൻ ഒന്നും കൂടെ നമുക്ക് എങ്ങനെയാണ് ഈ അക്കോമഡേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സീലിയറി മസിൽ, ഈ സീലിയറി മസിൽ സീലിയറി പ്രോസസ്, ഈ ഒക്കെ ടേംസ് നമ്മളുടെ ഓൺലൈൻ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആകുന്നു. അപ്പൊ ലെൻസ് കുറച്ചുകൂടെ ഫ്ലാറ്റർ ആകുന്നു. കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ആ ലെൻസിന്റെ അടുത്ത് അതിന് നിർത്തുന്നത് ആരാണ്? നമ്മുടെ സസ്പെൻസറി ലിഗമെന്റ്സ് ആണ്. അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ലെൻസ് ഫ്ലാറ്റൻഡ് ആയി, സീലിയറി ബോഡി റിലാക്സ്ഡ് ആയി. ഇനി നമ്മൾ ക്ലോസ് ഒബ്ജക്റ്റ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഈ സീലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യും. അത് സീലിയറി പ്രോസസ്സിനെയും കൊറോയിഡിനെയും ഇറ്റ് പുൾസ് ദ and forward toward the lens. ഈ ഒരു ആക്ഷൻ ഒരു ടെൻഷൻ ആണ് ലെൻസിന്റെയും അതുപോലെ സോണുലാർ ഫൈബേഴ്സിന്റെ അവിടേക്ക് ഒരു ടെൻഷൻ ആണ് റിലീസ് ചെയ്യുന്നത്. ഇനി ലെൻസ് കുറച്ചുകൂടെ സ്പെരിക്കൽ ആകുന്നു, അതായത് മോർ കോൺവെക്സ് ആകുന്നു. അതുപോലെ അതിന്റെ ഫോക്കസിങ് പവർ ഇൻക്രീസ്ഡ് ആകുന്നു ആൻഡ് കൂടുതൽ കൺവേർജൻസ് ഉണ്ടാകുന്നു. അവിടെയുള്ള പാരസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്, ഒക്കുലോമോട്ടർ നെർവ്സ്, അത് ഇന്നോവേറ്റ് ചെയ്തിട്ടാണ് സീലിയറി മസിൽസിനെ ഇന്നോവേറ്റ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെയാണ് അവിടെ അക്കോമഡേഷൻ എന്ന പ്രോസസ് ഉണ്ടാവുന്നത്. ആ ഒരു പ്രോസസ്സിനെ മീഡിയേറ്റ് ചെയ്യുന്നു. In a normal eye, it can sufficiently refract light rays from an object 6 meters away so that we can see a clear image that is focused on the retina. Many people they lack such ability, and there are some refraction abnormalities, myopia, hypermetropia, astigmatism, presbyopia. Myopia, hypermetropia, astigmatism and presbyopia ഇതൊക്കെയാണ് റിഫ്രാക്ഷൻ അബ്നോർമാലിറ്റീസ്. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് മയോപ്പിയയുടെ കേസസ് എങ്ങനെയാണെന്ന്. So myopia it occurs when eyeball is too long relative to the focusing power of cornea and lens. അതായത് ലെൻസ് തിക്കർ ആകുന്നു ആൻഡ് ഇമേജ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇമേജ് റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ടാണ് ഫോം ചെയ്യുന്നത്. its image converges in front of retina. Myopic ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ക്ലോസർ ഒബ്ജക്ട്സ് ക്ലിയർലി ആയിട്ട് കാണാൻ കഴിയും, ബട്ട് നോട്ട് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ്. ഹൈപ്പർമെട്രോപ്പിയയുടെ കേസ് ആണെങ്കിൽ ഐബോൾ ലെങ്ത് is short relative to the focusing power of cornea and lens. ഇവിടെ ലെൻസ് becomes thinner than normal. ഇമേജ് ഫോം ചെയ്യുന്നത് behind the retina. It converges behind the retina. And these patients they can see distant objects clearly but not close ones. Next one is astigmatism. അതായത് കോർണിയോ അല്ലെങ്കിൽ ലെൻസോ ഒരു ഇറഗുലർ കർവേച്ചർ ആയിരിക്കും. So they get a part of image vision is blurred or distorted ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഫോക്കസിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ബ്ലേർഡോ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വിഷൻ ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു എറേഴ്സ് ഓഫ് വിഷൻ ഒക്കെ കറക്റ്റ് ചെയ്യുന്നത് ഐ ഗ്ലാസസോ കോണ്ടാക്ട് ലെൻസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്യൂപ്പിൾ. ഒരു ക്ലിയർ ഇമേജ് ഫോർമേഷന് നമ്മൾ 3 പ്രോസസ്സ് പറഞ്ഞു. അതിൽ ലാസ്റ്റ് വൺ ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ. അപ്പൊ ആ ഒരു ക്ലിയർ ഇമേജ് ഫോർമേഷനും ഇതിനൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഐറിസിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഐറിസിന്റെ അവിടെയുള്ള സർക്കുലാർ മസിൽ ഫൈബേഴ്സ് അവരൊരു ക്ലിയർ ഇമേജ് ഫോർമേഷന് വേണ്ടിയിട്ട് അവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. ഇതൊരു ഓട്ടോണോമിക് റിഫ്ലെക്സ് ആണ്. ആൻഡ് അതുപോലെ ആ ഒരു റിഫ്ലെക്സ് നടക്കുമ്പോൾ തന്നെ പെരിഫറി ഓഫ് ലെൻസിന്റെ പെരിഫറിയിൽ നിന്നുള്ള ലൈറ്റ് റേസ് ഒക്കെ അതിലോട്ട് എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ അത് വരാണെങ്കിൽ അതൊരു ബ്ലേർഡ് വിഷൻ ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. അതുകൊണ്ട് അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൺവേർജൻസ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻസ് നമ്മുടെ രണ്ട് കണ്ണും ഫോക്കസ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റിനെയാണ്. അതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ബൈനോക്കുലർ വിഷൻ. അപ്പൊ ഈ ഒരു ഫീച്ചർ നമ്മുടെ വിഷ്വൽ സിസ്റ്റത്തിലുള്ള ഈ സ്പെഷ്യൽ ഫീച്ചർ ആൻഡ് ദിസ് അലൗസ് ദ പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ദി 3-dimensional നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ്. ബൈനോക്കുലർ വിഷൻ ഉണ്ടാവുന്നത് ലൈറ്റ് റേസ് ഒബ്ജക്റ്റിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മുടെ റെറ്റിനയിലുള്ള കറസ്പോണ്ടിങ് പോയിന്റിലോട്ട് വരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ സ്റ്റെയർ ചെയ്ത് നിൽക്കുമ്പോൾ, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇൻകമിങ് ലൈറ്റ് റേസ് ഡയറക്ട്ലി പ്യൂപ്പിളിലോട്ട് എൻ്റർ ആകുന്നു, റിഫ്രാക്റ്റഡ് ആകുന്നു, എന്നിട്ട് ആ ഒരു കമ്പാരബിൾ സ്പോട്ട് റെറ്റിനയുടെ അവിടെയുള്ള ആ ഒരു കറക്റ്റ് സ്പോട്ടിന്റെ അവിടെ വരുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് ക്ലോസറായി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഐസ് റൊട്ടേറ്റ് ചെയ്യുന്നു. മീഡിയലി റൊട്ടേറ്റ്. ദാറ്റ് ഈസ് ലൈറ്റ് റേസ്, ഒബ്ജക്റ്റിൽ വരുന്ന ലൈറ്റ് റേസ് they get strike on the same point of the retina. ആ ഒരു സെയിം പോയിന്റിലോട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്യണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് അത് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഐ അതിനനുസരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഐബോൾസിന്റെ മീഡിയൽ മൂവ്മെന്റിനെയാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പെൻസിലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പെൻസിൽ നമ്മൾ ഐസിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും തോറും നമ്മൾക്ക് ആ ഒരു കറക്റ്റ് ഇമേജ് ആണ്, ഡബിൾ ഇമേജ് ആയിട്ടല്ല, കറക്റ്റ് ഇമേജ് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഐബോളുടെ മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ആ ഒരു മീഡിയൽ മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡബിൾ വിഷൻ ആയിട്ടല്ല കാണുന്നത്, ഒറ്റൊരു വിഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു നമ്മളെ ഒബ്ജക്റ്റ് മിറർ ആകുമ്പോൾ it becomes greater the degree of convergence. ഒരു ബൈനോക്കുലർ വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി it becomes a greater degree of convergence. ഈ ഒരു ടൈപ്പ് ഓഫ് കോർഡിനേറ്റഡ് ആക്ഷൻ ഉണ്ടാവുന്നത് അവിടെ ഒരു എക്സ്ട്രിൻസിക് ഐ മസിൽസ് ആണ് ഈ ഒരു ആക്ഷന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൺവേർജൻസ് ഉണ്ടാക്കുന്നത്.